കോസ്മിക് ബൈറ്റ് ഒബറോൺ. ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കോസ്മിക് ബൈറ്റിന്റെ 7.1 സറൗണ്ട് ഉള്ള ഒരു അടിപൊളി ഗെയിമിംഗ് ഹെഡ്ഫോൺ ആണ്. അപ്പോൾ പൊതുവേ കോസ്മിക് ബൈറ്റിന്റെ ബ്രാൻഡുകളിലെ ഹെഡ്ഫോൺ എല്ലാം അവരൊരു മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ഹെഡ്ഫോൺ ആയാലും കീബോർഡ് ആയാലും മൗസ് ആയാലും അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണും അത്രത്തോളം ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. സോ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മളെ ഹെഡ്ഫോൺ ആണ് കിട്ടുന്നത്. എന്തായാലും നമ്മളെ ഹെഡ്ഫോൺ നമുക്കിവിടെ വെച്ചേക്കാം. ബാക്കി എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. അടുത്തത് നമുക്കൊരു യൂസർ മാനുവൽ പേപ്പർ വരുന്നുണ്ട് അതിനകത്ത്. സോ അടുത്ത നമുക്ക് ആ ഒരു ബോക്സിൽ കിട്ടുന്നത് 3.5 mm ഓക്സ് കേബിളാണ് കിട്ടുന്നത്. അത് നമുക്ക് മൊബൈലിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ആ ഒരു ബോക്സിൽ കിട്ടിയിട്ടുള്ളത് ഡിറ്റാച്ചബിൾ മൈക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിറ്റാച്ചബിൾ മൈക്കാണ് നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളത്. ഒരു വലിയ ഹെഡ്ഫോൺ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഇതിൻ്റെ ഇയർ കപ്സ് ഒക്കെ അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈബ്രിഡ് ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഹൈബ്രിഡ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന് USB കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് യൂസ് ചെയ്തുകൊണ്ടും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഞാൻ പർച്ചേസ് ചെയ്യാറുള്ള കാര്യം അത് തന്നെയാണ്. സോ അടുത്ത ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഓവർ ദ ഇയർ കപ്പ് ബാക്ക് സൈഡിൽ ഒരു മെറ്റൽ ഫിനിഷ് എനിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മെറ്റൽ അല്ല, പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കുന്നത്. ആ ഒരു ഏരിയ ഫുള്ള് പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പ് സൈഡിൽ ലോഗോ വരുന്നുണ്ട്. അതൊരു ഗ്ലോസി ഫിനിഷിലാണ് അവർ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ RGB വരാൻ ചാൻസ് ഉണ്ട്. RGB കത്തുന്നതായിരിക്കും ആ ഒരു ഏരിയയിൽ. പിന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഓവർ ദ ഇയർ പാർട്ട് മാറ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇയർ കുഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം വലിയ ഒരു ഇയർ കുഷനാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കംഫോർട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് മുമ്പോട്ട് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ടോപ്പ് സൈഡിൽ ചെറിയൊരു കുഷൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റായ കുഷനാണ്. അത് നമുക്ക് ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഒന്നും അത്ര തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ലുക്കുള്ള സോഫ്റ്റ് കുഷനാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഏരിയ ഒരു മാറ്റ് ഫിനിഷിലാണ് വന്നേക്കുന്നത്. വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിന്നെ നോർമലി നമ്മൾ ഹെഡ്ഫോണിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കണക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളുടെ ഇയറിന് അനുസരിച്ചുള്ള രീതിയിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരുപാട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഒരു ആവറേജ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ അതിലുള്ളൂ. സോ അടുത്ത എന്തായാലും നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ RGB ബി റോളിലോട്ടൊന്ന് പോയിട്ട് വരാം. സോ അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വയറിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബ്രെഡഡ് ആയിട്ടുള്ള വലിയ നല്ല തിക്നെസ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയർ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു ടാഗ് പോലത്തെ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ടൈ ചെയ്ത് വെക്കാം. അപ്പം കുരുങ്ങി പോകത്തൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ഓവറായിട്ട് ഒന്നും തറയെ കിടക്കത്തില്ല. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 2.2 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കേബിൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ കൂടെ വരുന്നത്. ഈ ഒരു ഹെഡ്ഫോണിൻ്റെ USB നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് USB ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ കൂടെ കൺട്രോളർ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺട്രോളറുടെ ഭാഗത്ത് ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കോസ്മിക് ബൈറ്റ് സ്വിച്ച് ടു ഗോഡ് മോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മറുഭാഗത്ത് ആണ് ഗ്ലോസി ഫിനിഷ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ RGB സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. RGB നമുക്ക് കളറൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഒറ്റ RGB മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അത് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ മൈക്ക് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കൂടി അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് കുത്താൻ വേണ്ടിയിട്ടുള്ള ഓക്സ് കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിറ്റാച്ചബിൾ മൈക്കിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതും ഗോൾഡ് പ്ലേറ്റഡാണ് വന്നേക്കുന്നത്. പിന്നെ അടുത്തത് ഇതിൻ്റെ കേബിൾ, ഓക്സ് കേബിൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തിക്നെസ് ഒന്നുമില്ല, നോർമലി ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇയർ കപ്സ് 90 ഡിഗ്രിയിൽ ഇങ്ങനെ വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്തൊക്കെ ഈസി ആയിട്ട് നമ്മളെ കഴുത്തൊക്കെ അനക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ വെച്ച് ഒരുപാട് സ്ട്രെസ് ആവേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കിങ്ങനെ ഇയർ കപ്സ് ഒക്കെ മൂവ് ചെയ്തുകൊണ്ട് ബ്രൗസിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ അടുത്ത നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
സോ വളരെയധികം കംഫർട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇയർ കപ്സ് ഓവർ ദ ഇയറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇയേഴ്സ് ഒന്നും ഒരുപാട് പ്രസ്സായി അല്ലെങ്കിൽ കംപ്രസ്സായി ഇരിക്കുന്ന ഒരു പെയിൻ ഒന്നും നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് സ്റ്റെപ്സ് ഒക്കെ വളരെയധികം ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോൺ ഓവർ ദ ഹെഡ് എനിക്ക് ഒരുപാട് വെയിറ്റും കാര്യങ്ങളും തോന്നിയിട്ടില്ലായിരുന്നു. വളരെ ലൈറ്റ് വെയിറ്റ് ആയിരുന്നു തോന്നിയിട്ടുള്ളത്. തലയ്ക്ക് ഒരുപാട് ഭാരം ഒന്നും തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പം ഒരുപാട് വെയിറ്റുള്ള ഹെഡ്ഫോണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. അപ്പോൾ ഹെഡ്ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സിനിമ കാണുകയും അതുപോലെയുള്ള മ്യൂസിക് കേൾക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൻ്റെ ബേസ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള ബേസ് ക്വാളിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓവറായിട്ടുള്ള ബേസ് ക്വാളിറ്റി എന്നല്ല നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ നമുക്ക് ഫുൾ പൊട്ടൻഷ്യൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 7.1 സറൗണ്ടിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RGB വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രൂ USB കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് RGB വർക്ക് ആവത്തുള്ളൂ. ത്രൂ ഓക്സ് കേബിൾ RGB വർക്ക് ആവുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു 7.1 സറൗണ്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ 7.1 സറൗണ്ടിൻ്റെ സോഫ്റ്റ്വെയർ ഓൺ ആക്കുമ്പോൾ നമ്മൾ ഇത് USB ത്രൂ കണക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോളിയം കൺട്രോൾ ഓപ്ഷൻസ് വരുന്നുണ്ട് ഈ ഒരു സ്പീക്കറിനകത്ത്. അതുപോലെ തന്നെ സാമ്പിൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ നമുക്ക് ഇക്വലൈസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇക്വലൈസറിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. ഇക്വലൈസറിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കിഡിലം എഫക്റ്റ് ആയിരിക്കും ഈ ഒരു ഹെഡ്ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ എൻവയോൺമെൻറ്റ് എഫക്ട്സ് വരുന്നുണ്ട്. അത് നമ്മളുടെ പിന്നെ അടുത്തത് 7.1 സറൗണ്ട് സ്പീക്കർ ഷിഫ്റ്റർ എന്നുള്ളതാണ്. അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അടുത്ത ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്കിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം കൺട്രോൾ, DB അഡ്ജസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പിൾ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മാജിക് വോയിസ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ് ലൈവ് സ്ട്രീമിലൊക്കെ ഒരുപാട് പേര് സൗണ്ടൊക്കെ മാറ്റി സംസാരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ കുറച്ച് പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുള്ള കുറച്ച് സൗണ്ട് എഫക്ട്സ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ACയോ ഫാനോ ഒക്കെ ഓണാക്കി വെച്ചേക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ നോയ്സ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ മൈക്ക് യൂസ് ചെയ്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്കിപ്പോൾ ഇതിൻ്റെ സൗണ്ട് അറിയാൻ പറ്റില്ല. കാര്യം ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം എനിക്ക് കേൾക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് മാജിക് വോയിസ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. വളരെയധികം രസകരമായ ഒരു ഫീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഇപ്പോൾ ഞാൻ മാജിക് വോയിസ് എനേബിൾ ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ ഇതുപോലുള്ള സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് സംസാരിക്കുന്നവരെ. അപ്പോൾ ഈ ഒരു മ്യൂസിക് ഞാനിപ്പോൾ പ്ലേ ചെയ്തിട്ട് എൻ്റെ നോർമലി ഉള്ള മൈക്കിൽ നിന്നാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ ഞാൻ വെച്ചേക്കാം. അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾ ഈ ഒരു ഹെഡ്ഫോണിൽ എത്രത്തോളം അതിൻ്റെ ഒരു സൗണ്ട് വരുന്നുള്ളത് നിങ്ങൾക്ക് കേട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ പ്രൈസിലോട്ട് വരികയാണെങ്കിൽ നേരത്തെ ഈ ഹെഡ്ഫോണിൻ്റെ പ്രൈസ് ഏകദേശം 2500 2300 ആ ഒരു റേഞ്ചിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ പ്രൈസ് 1500 വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഹെഡ്ഫോൺ തന്നെയാണ്. കാര്യം 7.1 സറൗണ്ട് 1500 രൂപയൊക്കെ കിട്ടുന്ന പാടായിരിക്കും. പക്ഷേ നമുക്ക് ബോട്ടിൻ്റെ ഒരു ഹെഡ്ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. സോ ഫൈനലി ഈ ഒരു ഹെഡ്ഫോണിൻ്റെ കൺക്ലൂഷനിലോട്ട് വരികയാണെങ്കിൽ നിങ്ങളിത് മേടിക്കണോ വേണ്ടേ എന്നുള്ളതിലോട്ട് വരികയാണെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം നിങ്ങൾ മൊബൈലിൽ ആണ് ഈ ഒരു ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഓക്സ് ത്രൂ ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുന്നതായിരിക്കില്ല. അതായത് 7.1 സറൗണ്ട് സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോൺ ഫുള്ളി പവറപ്പ് ചെയ്യാനുള്ളത് നിങ്ങളുടെ മൊബൈലിന് ഒരിക്കലും സാധിക്കുന്ന കാര്യമായിരിക്കില്ല. പക്ഷേ മറിച്ച് നിങ്ങളൊരു PC ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു 7.1 സറൗണ്ട് ഹെഡ്ഫോൺ തന്നെയാണിത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് എത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.